നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് 48 അവേഴ്സിനുള്ളിൽ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന മാറ്റം എന്താണെന്നും അത് പ്രപഞ്ചം നൽകുന്ന ഒരു ഗൈഡൻസ് പോലെ എടുക്കാനുമാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്തു നോക്കണം. കാരണം നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് നിങ്ങൾക്ക് പോസിറ്റീവായൊരു എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം മാനിഫെസ്റ്റേഷൻസ് ആണ്. എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ നിങ്ങൾക്കിത് കാണാൻ സാധിക്കുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിലെ എല്ലാ പോസിറ്റീവാകുന്ന വശങ്ങളും റെസനേറ്റ് ആവുകയും നെഗറ്റീവാകുന്ന എനർജികൾ നിങ്ങൾ പോലും മനസ്സിൽ വിചാരിക്കാതെ നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്ന നെഗറ്റീവ് തോട്ട്സുകളെയും നെഗറ്റീവാകുന്ന എനർജികളെയും യൂണിവേഴ്സൽ തന്നെ, പ്രപഞ്ചം തന്നെ അതിനകത്ത് ഇടപെട്ട് അത് ഹീലാക്കി കളയുന്നതായിരിക്കും. അതുകൂടാതെ തന്നെ നിങ്ങൾ എന്താണോ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്, ഏത് സിറ്റുവേഷൻസിലേക്കാണോ നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യേണ്ടത്, ആ സാഹചര്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുമെന്നത് 100% ഉറപ്പാണ്. എത്രത്തോളം വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടിയാണോ ഇത് പൂർണ്ണതയോട് കാണാൻ ശ്രമിക്കുന്നത്, അത്രത്തോളം നിങ്ങളുടെ ലൈഫിൽ ഓരോ ദിവസങ്ങളിലും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമെന്നതാണ്. കൂടാതെ തന്നെ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നില്ല, ഇതൊരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നൽകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഇൻഫർമേഷൻ, നിങ്ങളിലേക്ക് എത്തിച്ചേരേണ്ട കാര്യങ്ങൾ പ്രപഞ്ചം അതിൻ്റേതായ ടൈമിംഗ് നിങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നതായിരിക്കുമെന്നും മനസ്സിലാക്കുക, വിശ്വസിക്കുക കേട്ടോ. നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് 48 അവേഴ്സിനുള്ളിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിലേക്ക് വരാൻ പോകുന്ന ഒരു ചേഞ്ചിങ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം കിങ് ഓഫ് പെൻഡിക്കിൾസ് തന്നെയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു പൂർണ്ണതയാണ് കേട്ടോ ഇതിനകത്ത് കാണുന്നത്. ഒരുപാട് നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസുകളെ അതിജീവിച്ച് ഒരുപാട് ഇമോഷണലി ബാലൻസ് നഷ്ടപ്പെട്ട് ഓവർ തിങ്കിങ് ചെയ്തും മുന്നോട്ടേക്ക് പോകാൻ പറ്റാതെ പല ചോയ്സും നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അതിനെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ എപ്പോഴും ആ ഒരു പേഴ്സണിൽ തന്നെ പൂർണ്ണമായി സ്റ്റക്കായി നിന്നിരുന്ന ഒരു എനർജീനെയാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. മാത്രമല്ല നിങ്ങൾക്ക് തമ്മിൽ വളരെയധികം ഒരു സോൾ എനർജി ഉള്ളതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ ഓർമ്മകൾ നിങ്ങളെ വിട്ടു പോകുന്നില്ല. നിങ്ങൾ എത്ര ശ്രമിച്ചാലും, നിങ്ങൾ വീണ്ടും നിങ്ങൾ ഹീലാവാൻ ശ്രമിച്ചാലും, ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് മറ്റുള്ളതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്താലും നിങ്ങൾ പോലും അറിയാതെ ഈ ഒരു കണക്ഷൻ, ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ നിങ്ങളിലേക്ക് വന്ന് ചേരുകയായിരുന്നു എന്നും നമുക്കിതിനകത്ത് ഓവറോൾ നോക്കുന്ന എനർജിയിൽ കാണാൻ പറ്റുന്നുണ്ട്. മാത്രവുമല്ല ഇതൊരു ചെറിയ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോൾ കണക്ഷൻസ് ആണ്. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ വളരെ ആഴത്തിലുള്ള സൗഹൃദ ബന്ധം പുലർത്തിയ, വളരെ സന്തോഷിച്ച് മതിമറന്ന് ഏറെ കാലം ജീവിച്ച് മുന്നോട്ടേക്ക് പോയ വ്യക്തികൾ കണക്റ്റഡായ ഒരു എനർജിയുമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. വളരെയധികം ഒരു സൗഹൃദ വലയം നിങ്ങൾക്കിടയിൽ ഉണ്ട്. ഇപ്പോഴാണെങ്കിലും നിങ്ങൾക്കിടയിൽ ഒരു സൗഹൃദത്തിൻ്റെ എനർജി വളരെ ശക്തമായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളെ നിങ്ങൾക്ക് ഓർത്ത് നിരാശയേക്കാൾ കൂടുതൽ ഒരു ഹാപ്പിനെസ് ലഭിക്കുന്ന എനർജിയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ഒരു ഈഗോയിസ്റ്റിക്കായ ഒരു എനർജിയുള്ള പേഴ്സണും പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയുമാണ്. മാത്രവുമല്ല നല്ല രീതിയിലൊരു മറ്റുള്ളവർ അട്രാക്റ്റഡ് ആകുന്ന, വളരെയധികം ഒരു ഹാർട്ട് ചക്ര എനർജി ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തി കൂടിയായിട്ടാണ് കേട്ടോ ആ ഒരു പേഴ്സണെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ഊർജ്ജസ്വലമായൊരു വ്യക്തിയായിരിക്കും. എപ്പോൾ കണ്ടാലും ആ ഒരു വ്യക്തി ഇങ്ങനെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ എപ്പോഴും ഹാപ്പിനെസ്സോടു കൂടി ഊർജ്ജസ്വലമായിട്ട് സംസാരിക്കുക, ആ ഒരു പേഴ്സണുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമ്പോൾ വളരെയധികം പോസിറ്റിവിറ്റി നിറഞ്ഞ കിട്ടുന്ന, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ആകുന്ന ഒരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലൊരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിനെയാണ് കാണാൻ പറ്റുന്നത്. ഈഗോയുണ്ട്, കരിയർ പാത്തിലൊക്കെ ടോപ്പ് എനർജിയിലൊക്കെ നിൽക്കുന്ന പേഴ്സൺ ആണ്. അതുമാത്രവുമല്ല മറ്റുള്ളവരാൽ അട്രാക്റ്റഡ് ആകുന്ന ആ വ്യക്തിയുടെ ഫിസിക്കലി ഉള്ള ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ആരെയും അട്രാക്റ്റഡ് ആക്കാൻ കഴിയുന്ന ഒരു എനർജിയിലൂടെ കടന്നു പോകുന്ന പേഴ്സൺ കൂടിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും കിങ് ഓഫ് പെൻഡിക്കിൾസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്.
നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എന്തിനെയാണോ ഫോക്കസിങ് ചെയ്യുന്നത്, എന്ത് കാര്യത്തെയാണോ നിങ്ങൾ ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിങ്ങൾ വളരെ സുരക്ഷിതത്തോടു കൂടി വളരെയധികം കെയറിങ് ചെയ്ത് നിൽക്കുന്നത്, അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് കേട്ടോ. വളരെയധികം ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയോട് കൂടിയ ഒരു എനർജറ്റിക് ആയ ഒരു സിറ്റുവേഷൻസിനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. അബണ്ടൻസ്, സന്തോഷത്തെയൊക്കെയാണ് കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഒരു സെൽഫ് റിലാക്സിങ് മൈൻഡ്, സെൽഫായിട്ട് തന്നെ ഒരു എനർജിയിലേക്ക് വരുന്ന, സെൽഫ് ലവ്, സെൽഫ് കോൺഫിഡൻസോട് കൂടിയ ഒരു സിറ്റുവേഷൻസിലേക്ക്, ഒരു സക്സസ്സിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾ ഇത്രയും നാൾ എക്സ്പീരിയൻസ് എന്താണോ ചെയ്തത് അതിൽ നിന്ന് മാറി ചിന്തിക്കാവുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഈ ഒരു 48 അവേഴ്സിനുള്ളിൽ നിങ്ങളിലേക്ക് വരാൻ പോകുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള, അതായത് ഇമോഷൻസിനെയൊക്കെ കളഞ്ഞിട്ട് മറ്റ് ചില കാര്യങ്ങളിലേക്ക്, അതായത് ഒരു പക്വതയോടുകൂടി കാര്യങ്ങളെ കാണുക. അതായത് ഒരു ഇമോഷൻ, പൈങ്കിളി പോലുള്ള ഒരു ഇമോഷണൽ എനർജീനെ ഹീലാക്കി കളയുന്നു എന്നും, തിരിച്ച് നിങ്ങൾ ആ ഒരു പെയിൻഫുള്ളായ സാഹചര്യമാണെങ്കിലും എന്ത് കാര്യങ്ങളെയാണോ നിങ്ങൾ ഇതിനു മുമ്പ് പാസ്റ്റിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തത്, അതിൻ്റെ ഓപ്പോസിറ്റായ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ഈ ഒരു ബന്ധവുമായി കണക്ട് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. വിട്ടുകളയുന്നു ചില കാര്യങ്ങളെയെല്ലാം പൂർണ്ണതയോടുകൂടി നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിച്ചു. അതായത് നിങ്ങൾ കുറേ കാര്യങ്ങൾ, ഇമോഷൻസ് സംബന്ധമായ ചില കാര്യങ്ങളെ വിട്ടുകളഞ്ഞതിൻ്റെ ഫലമാണ് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ ഫോക്കസ്ഡ് ആകുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. അതായത് നിങ്ങൾ ചിലപ്പോൾ സെൽഫ് ലവ് എന്ന എനർജിയിലേക്ക് വന്നിട്ടുണ്ടാവാം, ചില തിരിച്ചറിവുകളിലേക്ക് വന്നിട്ടുണ്ടാവാം, സ്ട്രെങ്ത് ആയ കാര്യങ്ങളായിട്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തിന് മൂല്യം കൽപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ അപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു, ഫോക്കസിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ അത് പ്രകടനമാകാതെ നിങ്ങളുടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായും ഭൗതികമായിട്ട് നിങ്ങൾ പ്രകടിപ്പിച്ചത് നിങ്ങളുടെ സെൽഫ് ലവ് എന്ന എനർജിയാണ് എന്നാണ് കാണുന്നത്. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ കൊടുത്തത് അതിനേക്കാൾ ഇരട്ടിയായി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്. വളരെയധികം ക്ലാരിറ്റിയോട് കൂടി തന്നെ ഒരു ന്യൂ ബിഗിനിങ് ആണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത്. നിങ്ങളിൽ നിന്നും ബ്രേക്കപ്പ് ആയി പോയ എനർജി ആണെങ്കിലും, നിങ്ങളിൽ നിന്ന് ഒരുപാട് കാലങ്ങൾ കൊണ്ട് നോ കോണ്ടാക്റ്റിൽ നിൽക്കുന്ന പേഴ്സൺ ആണെങ്കിൽ തന്നെ ആ വ്യക്തിയുടെ ഓർമ്മകളിലേക്ക് നിങ്ങൾ ശരിക്കും കടന്നു ചെല്ലുന്നുണ്ട്. നിങ്ങൾ എത്രത്തോളമാണോ ഈ ഒരു വ്യക്തിയെ കാണുന്നത്, അത്രത്തോളം ആ ഒരു പേഴ്സണും നിങ്ങളെ കാണുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന എനർജി. വളരെയധികം നിങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നിങ്ങൾ നിങ്ങൾ ഇത്രയും കാലം വെയിറ്റിംഗ് ചെയ്ത ആ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളെ തേടി വരുന്നു എന്നാണ് കാണുന്നത്. അതായത് നല്ല രീതിയിൽ തന്നെ ഒരു ബൗണ്ടറി ഇട്ട് തന്നെ, നല്ലൊരു സ്ട്രോങ് ആയൊരു ബൗണ്ടറി ഇട്ട് തന്നെയാണ് നിങ്ങളിലേക്ക് ആ ഒരു സിറ്റുവേഷൻസ് കടന്നു വരുന്നതെന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ കൊടുത്തതിൻ്റെ ഇരട്ടിയായിട്ട് ഇനി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു പേഴ്സൺ വളരെയധികം ബൗണ്ടറി ഇട്ട് നിങ്ങളിൽ നിന്ന ഒരു വ്യക്തിയാവാം. മറ്റെന്തോ ഒരു കാര്യത്തെ വളരെ ശക്തമായിട്ട് ഹോൾഡ് ചെയ്ത് പിടിച്ചൊരു പേഴ്സണെ ആയിട്ടാണ് കാണുന്നത്. ചിലപ്പോൾ ഈ കരിയർ പരമായ കാര്യമാവാം, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തിനെ ആവാം. നിങ്ങളെ മാറ്റി നിർത്തി മറ്റൊന്നിനെ ഹോൾഡ് ചെയ്തെന്നും നിങ്ങൾക്ക് മുന്നിൽ ഒരു ബൗണ്ടറി തീർത്തിരുന്ന ഒരു റിലേഷൻ്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നും ഇപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരണമെന്നുള്ള, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ നൽകണമെന്നുള്ള ആ ഒരു ചിന്ത അവരെ അലട്ടുന്നതായിട്ട് കാണുന്നുണ്ട്. മാത്രവുമല്ല ഇമോഷൻസിനെ നിങ്ങൾ മാറ്റി വെച്ചു. നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയപ്പോഴാണ് നിങ്ങളിലേക്ക് ആ ഒരു ഗുഡ് ന്യൂസ് വരുന്നത്. കാരണം നിങ്ങൾ അത്രത്തോളം വലിയ രീതിയിൽ ഒരു ചീറ്റിംഗ് എനർജി ഈ ഒരു പേഴ്സണിൽ നിന്നും അനുഭവിച്ചു എന്നാണ് കാണുന്നത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ആ ഒരു ചീറ്റിംഗ് എനർജിയെ നേരിടേണ്ടി വന്നത്. കാരണം ഈ ഒരു വ്യക്തിയെ നിങ്ങൾ ഒരിക്കലും അവിശ്വസിച്ചിരുന്നില്ല. കാരണം നിങ്ങൾക്ക് അത്രത്തോളം ആഴത്തിൽ ഈ ഒരു പേഴ്സണോട് വിശ്വാസമായിരുന്നു. ഇന്ന് നിങ്ങൾ ഇമോഷൻസിനെ മാറ്റി വെക്കുക എന്ന എനർജിയിലേക്ക് ആ ഒരു വ്യക്തി നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചു. അതായത് സ്നേഹം, ബന്ധങ്ങൾക്കുള്ള പ്രാധാന്യത്തിനൊന്നും വലിയ മൂല്യമില്ല എന്ന് തോന്നുന്ന ഒരു മാനസിക അവസ്ഥയിലേക്കാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിച്ചത്. സ്ട്രോങ് ആയിട്ടും കൺട്രോളിങ് എനർജിയോട് കൂടിയും നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു പോരാൻ പറ്റുന്ന രീതി. അതായത് നിങ്ങൾക്ക് പല കാര്യങ്ങളും സക്സസ് ആവേണ്ടതുണ്ട്, നേട്ടങ്ങൾ കൈവരിക്കേണ്ട വ്യക്തിത്വത്തിൻ്റെ ഉടമകളായിട്ടാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. അപ്പം നിങ്ങളിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തപ്പം സെൽഫ് ലവ് എന്ന എനർജിയിലേക്കും കൺട്രോൾ പവർ എന്ന സിറ്റുവേഷൻസിലേക്കും നിങ്ങൾ മാറിയപ്പോൾ
നിങ്ങളിലേക്ക് ആ ഒരു സാഹചര്യം തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല രീതിയിൽ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു. നിങ്ങൾ ആ ഒരു ചീറ്റിംഗ് നിങ്ങളെ ചെയ്യുമ്പോഴും ആ ഒരു വ്യക്തി മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകുമ്പോഴും ആ ഒരു പേഴ്സൺ നിങ്ങളെ നോക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ ഏത് അവസ്ഥയിലാണ് എന്ന്. കാരണം നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു എന്ന ആ ഒരു കുറ്റബോധം ആ വ്യക്തിയുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. വലിയൊരു സക്സസ്സിനും പ്രതീക്ഷകളോട് കൂടി തന്നെ ആയിരിക്കാം നിങ്ങളിൽ നിന്നും ആ ഒരു പേഴ്സൺ വിട്ടുപോയത്. എന്തോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് കേട്ടോ. പക്ഷെ ആ ഒരു വ്യക്തിയോട് ചുറ്റും ഉണ്ടായിരുന്നവരൊന്നും ആ വ്യക്തിക്ക് ഒരിക്കലും പോസിറ്റീവായ ഒരു സാഹചര്യങ്ങൾ നൽകിയതായിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് പോലും ആ വ്യക്തിക്ക് ലഭിച്ചതായിട്ടും തോന്നുന്നില്ല. തെറ്റായ ഗൈഡൻസുകൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. ആ ഒരു വ്യക്തിനെ മറ്റാരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങളെക്കുറിച്ച് തെറ്റായ ചില കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അതല്ലെങ്കിൽ തെറ്റായ സിറ്റുവേഷൻസിലേക്ക് വലിയ നേട്ടങ്ങൾ കിട്ടുമെന്നും പറഞ്ഞ് നിങ്ങളിൽ നിന്നും തിരിച്ചു വിടുകയും ചെയ്ത ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു സാഹചര്യങ്ങളെയൊക്കെ ഇപ്പം നിങ്ങളുടെ പേഴ്സൺ ആഴത്തിൽ ചിന്തിക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് ആ ഒരു വ്യക്തി ആ വ്യക്തിയിലേക്ക് തന്നെ ഉൾവലിഞ്ഞ് ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത്. അഗാധമായ ഒരുപാട് ഇമോഷൻസ് നിങ്ങളോട് ആ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. വളരെ വളരെ ആഴത്തിലൊരു ഇമോഷൻസ് നിങ്ങളോട് ആ ഒരു പേഴ്സണ് തോന്നുന്നു എങ്കിൽ തന്നെ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധം അയാൾ തന്നെ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത്. സ്നേഹമുള്ളിലുണ്ട് നിങ്ങളോട്, ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് ഇമോഷൻസും നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. പക്ഷേ ആ ഒരു വ്യക്തിക്ക് ഒരു ബൗണ്ടറി ഇട്ട് സെൽഫായിട്ട് നിൽക്കുന്നു, അതായത് ഒരു ഈഗോ ജലസിയൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജിയിലൂടെയാണ് ഇപ്പോൾ ആ ഒരു പേഴ്സൺ പോകുന്നത്. അതായത് നിങ്ങളെ സ്നേഹിക്കുന്ന നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാനൊക്കെ ആ ഒരു പേഴ്സൺ ഒരു ജലസി പോലെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കുറ്റബോധവും പശ്ചാത്താപവും അങ്ങനെയൊക്കെയുള്ളൊരു എനർജി എല്ലാം മൈൻഡിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്താണെങ്കിലും നിങ്ങൾക്ക് തമ്മിൽ ഒരു വലിയ ആഴത്തിലുള്ളൊരു സോൾ എനർജി ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻസിൻ്റെ ഏറ്റവും ടോപ്പ് എനർജിയിൽ നിൽക്കുന്ന ബന്ധത്തെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ഫീമെയിൽ എനർജിയുടെയോ അല്ലെങ്കിൽ മറ്റേതോ സാഹചര്യങ്ങളുടെയോ ഒരു സമ്മർദ്ദം നേരിടേണ്ടി വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട്. കാരണം ഒന്നെങ്കിൽ മറ്റാരോ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിനെ ശക്തമായിട്ട് കൺട്രോളിങ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. അതിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പല രീതിയിലും നിങ്ങൾക്ക് മധ്യേ കളിച്ചതായിട്ട് തോന്നുന്നു. അതൊരു എന്താ പറയുക, ഒരു ഏജ്ഡ് ആയ ഒരു ഫീമെയിൽ എനർജിയുടെ ആവാം, അതല്ലെങ്കിൽ മറ്റെന്തോ ഒരു സക്സസ് എന്ന് പറയുന്നത്, അതായത് ലൈഫിലൊരു സ്വാതന്ത്ര്യം അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങളും ആവാം നിങ്ങൾക്കിടയിൽ. അതായത് ഞാനെന്ന കാര്യത്തിലേക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നു, എന്നിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കുന്നു എന്ന ആ ഒരു സാഹചര്യം വന്നതും നിങ്ങൾക്കിടയിൽ ഒരു വിള്ളലിന് അല്ലെങ്കിൽ ഒരു അകൽച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് കാണുന്നത്. എന്താണെങ്കിലും വളരെ നിരാശയോടുകൂടി തന്നെയാണ് ആ ഒരു പേഴ്സൺ നിൽക്കുന്നത്. നിങ്ങൾ എത്രത്തോളം ആ വ്യക്തിയെ ഫോക്കസിങ് ചെയ്യുന്നുവോ അത്രത്തോളം ആ ഒരു വ്യക്തിക്ക് നിരാശയും ദുഃഖവും ഉണ്ട്. ഒരു അൺകണ്ടീഷണൽ ലവ് എന്ന ഒരു എനർജിയിലേക്കാണ് ഈ ഒരു ബന്ധം മാറാൻ പോകുന്നത് കേട്ടോ. നിങ്ങളെ പൂർണ്ണമായും ആഴത്തിൽ ആ ഒരു പേഴ്സൺ ഇനി സ്നേഹിക്കും. നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരിക എന്നത് ഒരു പൂർണ്ണതയോടുകൂടിയാണ്, കറ തീർന്ന ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. കാരണം ആ ഒരു ബന്ധത്തിൻ്റെ ആഴം അത്രത്തോളം ഉണ്ട്. ഇതിനകത്ത് വളരെ ശക്തമായി നമ്മളുടെ ഒരു സോൾ എനർജി തന്നെയാണ് വന്ന് നിൽക്കുന്നത് കേട്ടോ. നിങ്ങൾ ഏത് വ്യക്തികളാണ് ഇത് റെസനേറ്റ് ആവുന്നതെങ്കിലും അവരുടെ ലൈഫിലൊരു പൂർണ്ണതയോടുകൂടിയ ഒരു എനർജിയെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറൻറ്റ്ലി ഒറ്റപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ. വേറെ തേർഡ് സിറ്റുവേഷൻസുകളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല. ആ ഒരു വ്യക്തിക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും ലൈഫിൽ എടുക്കാൻ പാകത്തിന് ഒറ്റപ്പെട്ട് തന്നെ നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു സ്ട്രോങ് എനർജിയിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റുമെന്ന ഒരു സ്ട്രോങ് എനർജിയിൽ തന്നെയാണ് ഒരു പേഴ്സൺ നിൽക്കുന്നത്. ഒരുപാട് ചോയ്സുകൾ ആ വ്യക്തിയുടെ മുമ്പിൽ ഇപ്പോഴും നിൽപ്പുണ്ട് കേട്ടോ. ഒന്നെങ്കിൽ അയാളെ തേടി വരുന്ന ചോയ്സുകളാവാം, അതല്ലെങ്കിൽ അയാളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളുടെ എനർജികളാവാം. ഒരുപാട് ചോയ്സ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മുന്നിലുണ്ട്. ഒരു അഡിക്ഷൻ എനർജിയും അല്ലെങ്കിൽ എന്തിലും അട്രാക്റ്റഡ് ആകുന്ന ഒരു ക്യാരക്ടറുമുള്ള ഒരു പേഴ്സണെ ആണ് കാണാനും പറ്റുന്നത്. പക്ഷേ ഈ ഒരു കറൻറ്റ്ലി ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്യുന്നത് നിങ്ങളെന്ന് പറയുന്നത്
പറയുന്ന വ്യക്തിയിലേക്ക് തന്നെയാണ്. കാരണം ആ ഒരു മൂല്യം, നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയുടെ മൂല്യം ആ ഒരു പേഴ്സൺ മനസ്സിലാക്കി കഴിഞ്ഞു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഇത് ഡെത്തായി നിൽക്കുന്ന ഒരു ബന്ധത്തെ പോലെയാണ് കേട്ടോ കാണുന്നത്. പൂർണ്ണമായി എൻഡായി പോയതായിട്ടുള്ള ഒരു എനർജിയാണ് കാണുന്നത്. ആ ഒരു എനർജിയിൽ നിന്നുമാണ് ഇപ്പം ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു സ്പിരിച്വൽ, അതായത് പ്രപഞ്ചത്തിൻ്റെ ഒരു കൈകടത്തലിൻ്റെ ഫലമായിട്ട്, പ്രപഞ്ചത്തിൻ്റെ ഒരു സപ്പോർട്ടിൻ്റെ ഫലമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിലേക്ക് ഇത് വരാൻ പോകുന്ന ഒരു മെൻ്റൽ ക്ലാരിറ്റി, ഇമോഷണൽ ബാലൻസിലേക്കൊക്കെ വരുന്നുണ്ട്. രണ്ട് സിറ്റുവേഷൻസുകൾ സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയിൽ നിൽക്കുന്നു എന്നും കാണുന്നുണ്ട് കേട്ടോ. അതിലിപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. ഒരു ജസ്റ്റിസ് നിങ്ങൾക്ക് നൽകേണ്ടി വരുന്നു. ജസ്റ്റിസ് നൽകേണ്ടിടത്ത്, അതായത് ചേർത്ത് നിർത്തേണ്ടതിനെ അല്ല ഞാൻ ചേർത്ത് നിർത്തിയതെന്നുള്ള ഒരു തിരിച്ചറിവും കൂടി ആ ഒരു വ്യക്തിക്ക് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇതിനകത്ത് കുറേ എനർജികൾ ടിൻ ഫ്ലെയിം ജേണി കൂടിയാണ് കേട്ടോ. സോൾ എനർജിയെ പോലെ തന്നെ ടിൻ ഫ്ലെയിം ജേണിയും കൂടി നമുക്കിവിടെ വന്നിട്ടുണ്ട്. ഒരേ സോളുകൾ രണ്ടായിട്ട് കണക്റ്റഡ് ആയി പോയത്. അതുകൊണ്ടാവാം ഒരുപാട് വേദനകളെയും ഒരുപാട് ഇമോഷൻസ് പ്രോബ്ലങ്ങളെയും നിങ്ങൾ അതിജീവിക്കേണ്ടി വന്നതായിട്ട് കാണുന്നത്. ടിൻ ഫ്ലെയിം ജേണിയുടെ എനർജി കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇമോഷണലി ആ ഒരു വ്യക്തി ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അയാൾക്കൊരു തിരിച്ചറിവിന് വേണ്ടിയിട്ട്, ശരിക്കും ഒരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആ ഒരു വ്യക്തി ഇന്നർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ. അതായത് ആ വ്യക്തിക്കൊരു കൺഫ്യൂഷൻ എനർജി ഉണ്ട്. കാരണം ചോയ്സുകൾ ഒരുപാട് അയാളുടെ ലൈഫിലേക്ക് വീണ്ടും വീണ്ടും കടന്നു വരുന്നത് കൊണ്ടും ഏതിലാണ് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്, ഏതാണ് ഏറ്റവും പെർഫെക്റ്റ് എന്നുള്ള ഒരു കൺഫ്യൂഷനും ആ ഒരു വ്യക്തിനെ ഒരു സ്റ്റക്നെസ്സിലേക്ക് കൊണ്ടുപോയി നിർത്തുന്നതായിട്ട് കാണുന്നുണ്ട്. എന്താണേലും ആ ഒരു പേഴ്സൺ ഒരു തീരുമാനത്തിലേക്ക് വരാൻ വേണ്ടി ശരിക്കും മാനിഫെസ്റ്റിംഗ് എനർജി, പ്രെയർ, പ്രാർത്ഥന എന്ന ഒരു സിറ്റുവേഷൻസിലേക്കൊക്കെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു ഹാർട്ട് ബ്രോക്കൺ സംഭവിച്ചതായിട്ടും കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ വ്യക്തിക്ക്. പാസ്റ്റിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയതിന് ശേഷമാവാം വ്യക്തി പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു ഇമോഷണലി ബ്ലോക്കേജ് വന്നിട്ടുണ്ട്. എവിടേക്കും ആ ഒരു പേഴ്സൺ ഇമോഷണലി ചീറ്റിംഗ് ചെയ്യപ്പെട്ട് നിൽക്കുന്നതായിട്ടും കാണുന്നുണ്ട്. എന്താണെങ്കിലും മുന്നോട്ടേക്ക് ആ ഒരു വ്യക്തി ഫോക്കസിങ് ചെയ്ത് പോകുന്നുണ്ടെങ്കിലും നിങ്ങളെ ഹോൾഡ് ചെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കൂടാതെ തന്നെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ചേഞ്ചിങ്, നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരും. കാരണം നിങ്ങളെ ആ ഒരു പേഴ്സൺ ഏത് സാഹചര്യത്തിലും മറന്നു കളഞ്ഞിട്ടില്ല, ഹോൾഡ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു വ്യക്തി എന്താണെങ്കിലും നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആകെയുള്ളൊരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത് ഒരു കൺഫ്യൂഷനാണ്. എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വിധം ഒരു കൺഫ്യൂഷനാണ്. പക്ഷേ പ്രപഞ്ചം ആ ഒരു പേഴ്സണ് നല്ല രീതിയിൽ ഗൈഡൻസ് നൽകിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു പേഴ്സൻ്റെ എനർജി ഇതുമായി കണക്റ്റഡ് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ആ ഒരു വ്യക്തിയുടെ കോളോ മെസ്സേജോ വരുമെന്നത് 100% ഉറപ്പാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് ഒരു നല്ല തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോഴാ വ്യക്തി നിൽക്കുന്ന സ്ഥലത്തൊരു സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഫീലിങ്സ് ആണ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കുന്നത്. ഒരു ട്രാപ്പഡ് എനർജിയിലാണ് ഇപ്പം നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അത് അവർ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഭൗതികമാകുന്ന എന്തൊക്കെയോ സിറ്റുവേഷൻസിൽ വളരെയധികം പ്രാധാന്യം കൊടുത്തു എങ്കിൽ തന്നെ ആ ഒരു വ്യക്തിക്ക് സംഭവിച്ചിരിക്കുന്നത് ഒരു സ്റ്റക്നെസ് ആണ്, ഒരു ഇമോഷണൽ ബ്ലോക്കേജ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ശരിക്കും 4 സൈഡിൽ നിന്നും ആ ഒരു പേഴ്സണെ ഇമോഷണലി ചീറ്റിംഗ് ചെയ്യപ്പെട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത്. പിന്നെ ആ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഈഗോയുള്ള വ്യക്തിയാണ്. തോറ്റുപോയി എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ കാണിക്കാൻ ഇഷ്ടപ്പെടാത്ത രീതിയിൽ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ മനസ്സിന് ശക്തിയുള്ള വ്യക്തിയാണ്. മനസ്സിന് ശക്തിയും ധൈര്യവും ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രം ആ ഒരു പേഴ്സൻ്റെ ആ ഒരു സിറ്റുവേഷൻസ്, അയാൾ അനുഭവിക്കുന്ന പെയിന്, ഇമോഷണലിൽ സംഭവിച്ചിരിക്കുന്ന ലോസ്, ഇതൊന്നും മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. വളരെ സ്ട്രോങ്ങും സ്ട്രെങ്തും ശക്തവുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്നു എന്നാണ് നമുക്ക് പുറമേ ഭൗതികമായി കാണുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ എന്നതാണ് ഈ ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്താണെങ്കിലും ഒരു തിരിച്ചറിവ്, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് എൻ്റെ ലൈഫിലേക്ക് വേണ്ടതെന്നുള്ളതും, പിന്നെ ആ ഒരു പേഴ്സൺ ഏറ്റവും കൂടുതൽ തിങ്കിങ് ചെയ്യുന്നത് ബർഡനെ ഒഴിവാക്കണം. ആ ഒരു വ്യക്തിക്ക് പറ്റുന്നില്ല ഈ എക്സ്ട്രാ പ്രശ്നങ്ങളെ തരണം ചെയ്യുക എന്നത്. അതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി മാറ്റി വെക്കുക എന്നൊരു എനർജിയിലാണ്. കാരണം ഒരുപാട് ഇമോഷണൽ ലോസ് അനുഭവിക്കുന്നുണ്ട്, ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്.
കൂടാതെ തന്നെ ആ വ്യക്തി പ്രതീക്ഷിക്കാത്ത ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ഒരു ചീറ്റിംഗ് എനർജി, ഒരു എന്താ പറയുക, ഒരു ട്രാജഡി നേരിടേണ്ടി വന്നിട്ടുള്ള പേഴ്സണാണ്. അതെല്ലാം ഇനി മാറണം, നല്ല രീതിയിൽ ഫോക്കസിങ് ചെയ്യണമെന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം ആ ഒരു വ്യക്തി ഇമോഷണലി വളരെ ശക്തമായി പ്രതീക്ഷിച്ച ഒരു സ്ഥലത്ത് വലിയ രീതിയിൽ ഒരു ഫെയിലിയർ സംഭവിച്ച പേഴ്സണാണ്. അതായത് ആ വ്യക്തിയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ട്രോമ നിൽപ്പുണ്ട്, വേദന നിറഞ്ഞ ഒരു ട്രോമ. മുന്നോട്ടേക്ക് ഒരു രീതിയിൽ ഒന്നിനെയും സ്വീകരിക്കാനോ വിശ്വസിക്കാനോ പറ്റാത്ത വിധമുള്ളൊരു ട്രോമ എനർജിയിൽ നിൽക്കുന്ന പേഴ്സണെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിലും ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തിരിച്ചു വരിക, നിങ്ങളിൽ മാത്രമാണ് ഒരു പൂർണ്ണത ഇപ്പം കാണുന്നത്. കാരണം നിങ്ങൾക്ക് തമ്മിലൊരു സോൾ ട്വിൻ ഫ്ലെയിം ജേണിയുടെ ശക്തമായ ഒരു എനർജി നിൽക്കുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആകുവാൻ തന്നെയാണ് ഈ ഒരു പേഴ്സൺ. ആകെ ഈ ഒരു വ്യക്തിക്ക് പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസ് ആയിട്ട് പറയാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. എന്താണേലും എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.